2014 മാർച്ചിൽ അന്താരാഷ്ട്ര യുദ്ധനിയമങ്ങൾ കാറ്റിൽ പറത്തി യുക്രൈന്റെ ഭാഗമായിരുന്ന ക്രിമിയയെ റഷ്യയോട് ചേർത്തുകൊണ്ട് വ്ളാഡിമിർ പുടിൻ ലോകരാജ്യങ്ങളെ വെല്ലുവിളിച്ചു. റഷ്യയിൽ വിജയാഘോഷങ്ങൾ നടക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ പുടിന്റെ നീക്കങ്ങൾക്കെതിരായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലായിരുന്നു. അജയ്യ ശക്തിയായി മുന്നേറാൻ ശ്രമിക്കുന്ന റഷ്യയെ പിടിച്ചുകെട്ടാനുള്ള കരുനീക്കങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയായി. ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയെ തളയ്ക്കുകയെന്നതായിരുന്നു അമേരിക്ക നേതൃത്വം നൽകുന്ന പാശ്ചാത്യ സഖ്യത്തിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും വലിയ 8 സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G8-ൽ നിന്ന് റഷ്യയെ പുറത്താക്കി. അതോടെ ആ സംഘടന വീണ്ടും G7 ആയി മാറി. റഷ്യയിലെ സോച്ചിയിൽ നടക്കാനിരുന്ന ഉച്ചകോടി റദ്ദാക്കപ്പെട്ടു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ പടുത്തുയർത്തിയ ആഗോള മാന്യതയ്ക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു അത്. പക്ഷേ സമ്മർദ്ദങ്ങൾക്ക് മുൻപിൽ തലകുനിച്ചു കൊടുക്കാതെ പുടിൻ തന്റെ പടയോട്ടം തുടർന്നു. റഷ്യൻ സൈന്യത്തെ നേരിട്ട് യുക്രൈനിലേക്ക് അയക്കുന്നതിനു പകരം തന്ത്രപൂർവമായ മറ്റൊരു നീക്കത്തിന് പുടിൻ തിരികൊളുത്തി. പുടിൻ തെരഞ്ഞെടുത്തത് വ്യത്യസ്തമായൊരു യുദ്ധതന്ത്രമായിരുന്നു. യുക്രൈന്റെ കിഴക്കൻ മേഖലയായ ഡോൺബാസിൽ റഷ്യൻ അനുകൂല വിഘടനവാദികളെ സായുധരാക്കിക്കൊണ്ട് പുടിൻ ഒരു നിഴൽ യുദ്ധത്തിന് തിരികൊളുത്തി. ഔദ്യോഗികമായി തനിക്കിതിൽ പങ്കില്ലെന്ന് റഷ്യ ആവർത്തിക്കുമ്പോഴും അത്യാധുനിക ആയുധങ്ങളും ഒരു സേനയുടെയും അടയാളങ്ങളില്ലാത്ത സൈനികരും അതിർത്തി കടന്ന് ഡോൺബാസിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ പഴുതുകളിലൂടെ പാശ്ചാത്യ ശക്തികളെ വട്ടം കറക്കിയ ഈ നീക്കം യുക്രൈനെ എന്നേക്കുമായി അസ്ഥിരപ്പെടുത്താനുള്ള പുടിന്റെ മാസ്റ്റർ പ്ലാനായിരുന്നു. ഈ നിഴൽ യുദ്ധത്തിന്റെ മുൻനിരയിൽ അന്ന് നിലയുറപ്പിച്ചത് പുടിന്റെ ഏറ്റവും വിശ്വസ്തനായ യെവ്ഗനി പ്രിഗോഷിൻ പടുത്തുയർത്തിയ വാഗ്നർ ഗ്രൂപ്പ് എന്ന രഹസ്യ സൈന്യമായിരുന്നു. 90കളിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ തെരുവുകളിൽ ഹോട്ട്ഡോഗ് വിറ്റ് നടന്നിരുന്ന പ്രിഗോഷിൻ പടിപടിയായി റഷ്യയിലെ വമ്പൻ റെസ്റ്റോറന്റുകളുടെ ഉടമയായി മാറി. അക്കാലത്താണ് അയാൾ സെന്റ് പീറ്റേഴ്സ്ബർഗ് ഡെപ്യൂട്ടി മേയറായിരുന്ന വ്ളാഡിമിർ പുടിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. താഴെത്തട്ടിൽ നിന്നും യാത്ര തുടങ്ങി റഷ്യൻ ഹോട്ടൽ ബിസിനസിന്റെ തലതൊട്ടപ്പനായി മാറിയ പ്രിഗോഷിന് പുടിൻ വേണ്ടുവോളം പ്രോത്സാഹനങ്ങൾ നൽകി. താമസിയാതെ പുടിന്റെ ഔദ്യോഗിക വിരുന്നുകൾക്ക് ആഹാരമൊരുക്കാനുള്ള കരാറുകൾ പ്രിഗോഷിന് ലഭിച്ചു. ആ ബന്ധം പരസ്പര വിശ്വാസത്തിന്റെ വലിയൊരു കൂട്ടുകെട്ടായിരുന്നു. 2014 യുക്രൈൻ പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് വാഗ്നർ ഗ്രൂപ്പ് എന്ന രഹസ്യ സംഘടന രൂപമെടുക്കുന്നത്. മുൻ റഷ്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായ ഡിമിത്രി ഉഡ്കിൻ ഈ സംഘത്തിന്റെ സൈനിക നായകനായപ്പോൾ പ്രിഗോഷിൻ അതിന്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ നിയന്ത്രണം ഏറ്റെടുത്തു. ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട സംഗീതജ്ഞനായിരുന്ന റിച്ചാർഡ് വാഗ്നറുടെ കടുത്ത ആരാധകനായിരുന്നു ഉഡ്കിൻ. അയാളുടെ റേഡിയോ കോൾ സൈനായിരുന്നു വാഗ്നർ. ഈ പേരാണ് പിന്നീട് ആ നിഗൂഢ സൈന്യത്തിന്റെ പേരായി മാറിയത്. റഷ്യൻ സൈന്യം നേരിട്ടിടപെടാൻ മടിക്കുന്ന ഇടങ്ങളിൽ ക്രെംലിന്റെ ആജ്ഞകൾ ശിരസാവഹിക്കാൻ തയ്യാറുള്ള വിരമിച്ച സൈനികരും ക്രിമിനലുകളും ഈ സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു. രാജ്യത്തിന്റെ പതാകയോ യൂണിഫോമിലെ തിരിച്ചറിയൽ ചിഹ്നങ്ങളോ ഇല്ലാതെയാണ് അവർ യുദ്ധക്കളത്തിലിറങ്ങിയത്. ഇതിലൂടെ അവർ ചെയ്യുന്ന യുദ്ധകുറ്റങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകാൻ പുടിന് കഴിഞ്ഞു. ആദ്യഘട്ട യുക്രൈൻ അധിനിവേശത്തിൽ പ്രത്യേകിച്ച് ക്രിമിയയിലും കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസിലും വാഗ്നർ ഗ്രൂപ്പ് ഇടിമിന്നൽ പോലെ പതിക്കുകയായിരുന്നു. ആക്രമിക്കുന്നത് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം യുക്രൈൻ സൈന്യം ആശയക്കുഴപ്പത്തിലായി. വാഗ്നർ സൈന്യം യുക്രൈന്റെ മണ്ണിൽ വിജയക്കൊടി പാറിക്കുമ്പോഴും ലോകരാജ്യങ്ങൾ പുടിനെതിരെ ഉപരോധങ്ങൾ മുറക്കുകയായിരുന്നു. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സഖ്യം റഷ്യൻ സർക്കാർ ബാങ്കുകൾ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് പണം കടമെടുക്കുന്നതിനും നിക്ഷേപം നടത്തുന്നതിനും വിലക്കേർപ്പെടുത്തി. റഷ്യയുടെ നട്ടെല്ലായ എണ്ണവാതക ഖനനത്തിനാവശ്യമായ പാശ്ചാത്യ സാങ്കേതിക വിദ്യകൾക്ക് നിരോധനമേർപ്പെടുത്തി.
പുതിയ എണ്ണപ്പാടങ്ങൾ വികസിപ്പിക്കുന്നത് തടയുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. പുട്ടിന്റെ വിശ്വസ്തരായ ബിസിനസ് പ്രമുഖരുടെ വിദേശയാസ്തികൾ കണ്ടുകെട്ടുകയും അവർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. പുട്ടിനെതിരെ ഉള്ളിൽ നിന്ന് ഒരു വിപ്ലവം സൃഷ്ടിക്കാമെന്ന് പാശ്ചാത്യർ മോഹിച്ചു. എന്നാൽ ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് പുട്ടിൻ രക്ഷപ്പെട്ടത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ചാണക്യതന്ത്രങ്ങളിലൂടെയായിരുന്നു. ഉപരോധങ്ങൾ വരുമെന്ന് മുൻകൂട്ടി കണ്ട പുട്ടിൻ റഷ്യയുടെ വിദേശ നാണ്യശേഖരവും സ്വർണശേഖരവും വൻതോതിൽ വർദ്ധിപ്പിച്ചു. ഡോളറിനോടുള്ള ആശ്രയത്വം കുറയ്ക്കാനായി അദ്ദേഹം സ്വർണത്തിൽ വൻതോതിൽ നിക്ഷേപം നടത്തി. ഇത് റഷ്യൻ സമ്പദ്വ്യവസ്ഥയ്ക്കു ചുറ്റും ഒരിരുമ്പ് കോട്ട തീർത്തു. പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധമേർപ്പെടുത്തിയപ്പോൾ തിരിച്ച് യൂറോപ്പിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതി പുട്ടിനും നിരോധിച്ചു. ഇതോടെ റഷ്യയിലെ കർഷകർക്കും വ്യവസായികൾക്കും വലിയ അവസരം ലഭിച്ചു. നമുക്ക് സ്വന്തമായി വളരാം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ ഒരു ദേശീയ വികാരമുണർത്താൻ പുട്ടിന് കഴിഞ്ഞു. ഫ്രഞ്ചീസിനും ജർമ്മൻ കാറുകൾക്കും പകരം റഷ്യൻ ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കി. യൂറോപ്പ് വാതിലുകൾ അടച്ചപ്പോൾ പുട്ടിൻ തന്റെ ദൃഷ്ടി ചൈനയിലേക്ക് തിരിച്ചു. 2014 ചൈനയുമായി ഒപ്പിട്ട പവർ ഓഫ് സൈബീരിയ എന്ന $400 ബില്യൺ ഗ്യാസ് കരാർ പാശ്ചാത്യ ഉപരോധങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രഹരമായിരുന്നു. റഷ്യയിലെ സൈബീരിയൻ മേഖലയിലുള്ള പ്രകൃതിവാതക ഖനികളിൽ നിന്ന് ചൈനയുടെ അതിർത്തി വരെ നീളുന്ന ഏകദേശം 3000 കിലോമീറ്റർ ദൈർഘ്യമുള്ള പടുകൂറ്റൻ പൈപ്പ് ലൈൻ ശൃംഖലയായിരുന്നു അത്. റഷ്യൻ സർക്കാർ കമ്പനിയായ ഗാസ്പ്രോമും ചൈനീസ് കമ്പനിയായ CNPCയും ചേർന്നാണ് ഇത് നടപ്പിലാക്കിയത്. യഥാർത്ഥത്തിൽ ഉപരോധങ്ങൾ പുട്ടിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. റഷ്യയെ തകർക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികളെ നേരിടുന്ന നായകനായി അദ്ദേഹം റഷ്യൻ മാധ്യമങ്ങളിൽ വാഴ്ത്തപ്പെട്ടു. റഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം പുട്ടിൻ വെറുമൊരു ഭരണാധികാരിയല്ല, മറിച്ച് തങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ കാവൽക്കാരനായിരുന്നു. പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റി പുട്ടിൻ ജൈത്രയാത്ര തുടർന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പുട്ടിൻ തന്റെ ചതുരംഗപ്പലകയിലെ ഏറ്റവും അപകടകാരിയായ വാഗ്നർ സംഘത്തെ മറ്റൊരു ദൗത്യമേൽപ്പിച്ചുകൊണ്ട് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു. ഔദ്യോഗിക രേഖകളില്ലാത്ത, പതാകകളില്ലാത്ത ആ നിഴൽ സൈന്യം മോസ്കോയിലെ ശൈത്യത്തിൽ നിന്നകന്ന് ആഫ്രിക്കയിലെ ചുട്ടുപൊള്ളുന്ന മണൽക്കാടുകളിലേക്കും സിറിയയിലെ എണ്ണപ്പാടങ്ങളിലേക്കും പടർന്നിറങ്ങി. സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ഐസിസ് പിടിച്ചെടുത്ത എണ്ണപ്പാടങ്ങൾ ഓരോന്നായി വാഗ്നർ സൈന്യം പിടിച്ചെടുത്തു. 2013 അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ സിറിയയിൽ സൈനിക നീക്കം നടത്താനൊരുങ്ങിയപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്ത വ്ളാഡിമിർ പുട്ടിൻ കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോൾ തന്റെ നിഴൽ സൈന്യത്തെ സിറിയയിലേക്ക് അയച്ചു. ഒബാമ സിറിയയിൽ ബോംബിടാൻ ആഗ്രഹിച്ചത് ഒരു മാറ്റത്തിനു വേണ്ടിയായിരുന്നു. അതായത് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ. പക്ഷേ ലിബിയയിൽ ഗദ്ദാഫിയെ പുറത്താക്കിയ ശേഷം രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങിയത് പുട്ടിൻ കണ്ടതാണ്. സമാനമായ അവസ്ഥ സിറിയയിൽ ഉണ്ടാകരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. 2015 ആയപ്പോഴേക്കും സിറിയയിലെ സാഹചര്യം മാറിമറിഞ്ഞു. ഐസിസ് എന്ന ഭീകര സംഘടന സിറിയയുടെ പകുതിയോളം പിടിച്ചെടുത്തു. അസദ് ഭരണകൂടം ഏത് നിമിഷവും തകരാമെന്ന അവസ്ഥയിലെത്തി. ഈ ഘട്ടത്തിലാണ് പുട്ടിൻ തന്റെ സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചത്. ഐസിസിനെതിരെയാണ് യുദ്ധമെന്ന് ലോകത്തോട് പറയുമ്പോഴും
റഷ്യൻ വിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചത് ഭൂരിഭാഗവും അസദിനെതിരെ പോരാടുന്ന വിമതർക്ക് മേലായിരുന്നു. തകരാൻ തുടങ്ങിയ സിറിയൻ സൈന്യത്തിന് റഷ്യൻ വ്യോമസേന ചിറകുകൾ നൽകി. അസദ് ഭരണകൂടം സുരക്ഷിതമായി. യുക്രൈൻ വിഷയത്തിൽ ഒറ്റപ്പെട്ടുപോയ റഷ്യ സിറിയൻ ഇടപെടലിലൂടെ ലോകരാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറി. അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് താനൊരു നിർണായക ശക്തിയാണെന്ന് പുടിൻ വീണ്ടും തെളിയിച്ചു. ബാഷർ അൽ അസദ് ഭരണകൂടത്തിന് എണ്ണപ്പാടങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് പകരമായി പുടിൻ ഒരു കരാർ മുന്നോട്ട് വച്ചു. വാഗ്നറുമായി ബന്ധപ്പെട്ട കമ്പനികൾക്ക് ആ എണ്ണപ്പാടങ്ങളിൽ നിന്നുള്ള വരുമാനത്തിന്റെ 25% ലഭിക്കണം എന്നതായിരുന്നു അത്. സിറിയൻ മരുഭൂമിയിലെ എണ്ണക്കിണറുകളിൽ നിന്ന് ടാങ്കറുകൾ അതിർത്തി കടന്നു. ലോകവിപണിയിൽ റഷ്യൻ എണ്ണ നിരോധിക്കപ്പെട്ടപ്പോൾ തന്ത്രപരമായി പുടിൻ യുദ്ധച്ചെലവുകൾക്കുള്ള പണം കണ്ടെത്തി. ഉപരോധങ്ങൾ കൊണ്ട് തന്നെ കെട്ടിയിടാൻ ശ്രമിച്ച പാശ്ചാത്യ ശക്തികൾക്ക് പുടിൻ തന്റെ പ്രവൃത്തികളിലൂടെ മറുപടി നൽകി. റഷ്യയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ട പണം കണ്ടെത്താനായി അദ്ദേഹം വേറെയും വഴികൾ തേടി. അതിന്റെ ഭാഗമായി മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്, സുഡാൻ, മാലി തുടങ്ങിയ രാജ്യങ്ങളിൽ വാഗ്നർ സംഘത്തെ ഉപയോഗിച്ച് പുടിൻ ചില നീക്കങ്ങൾ നടത്തി. ഭരണാധികാരികൾക്ക് സംരക്ഷണം നൽകുക, വിമതരെ അടിച്ചമർത്തുക. ഭരണപ്രതിസന്ധി നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ റഷ്യയുടെ കൂലിപ്പട്ടാളം വെടിപ്പായി പണിയെടുത്തു. പ്രതിഫലമായി ആ രാജ്യങ്ങളിലെ സ്വർണ്ണഖനികളുടെയും വജ്രഖനികളുടെയും പൂർണ്ണ നിയന്ത്രണം അവർ നേടിയെടുത്തു. മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ എൻഡാസിമ സ്വർണ്ണഖനി അങ്ങനെ റഷ്യയുടെ നിയന്ത്രണത്തിന് കീഴിലായി. സുഡാനിലും വാഗ്നർ ഗ്രൂപ്പ് സമാനമായ തന്ത്രമാണ് പയറ്റിയത്. സുഡാനിലെ സ്വർണ്ണ ശുദ്ധീകരണശാലകളുടെ നിയന്ത്രണം അവരേറ്റെടുത്തു. വിമാനത്താവളങ്ങളിൽ നിന്ന് ഔദ്യോഗിക രേഖകളില്ലാതെ സ്വർണ്ണക്കട്ടികൾ സൈനിക വിമാനങ്ങൾ വഴി റഷ്യയിലേക്ക് ഒഴുകി. ദുബായ് വഴി ഈ സ്വർണം അന്താരാഷ്ട്ര വിപണിയിലെത്തിച്ച് ഡോളറാക്കി മാറ്റാനും പുടിന്റെ നിഴൽ സൈന്യത്തിന് കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെങ്കിലും സ്വർണ്ണക്കട്ടികളെ തടയാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ചുരുക്കത്തിൽ വാഗ്നർ ഗ്രൂപ്പ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിൽ രാജ്യത്തിനുള്ളിലെ മറ്റൊരു രാജ്യമായി മാറി. ആ സ്വർണത്തിന്റെ തിളക്കത്തിൽ റഷ്യൻ സാമ്രാജ്യം പടുത്തുയർത്തുകയായിരുന്നു പുടിൻ. പക്ഷേ 2014 ജൂലൈ 17 മിസൈൽ ആക്രമണം പുടിന്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു. ആംസ്റ്റർഡാമിൽ നിന്നും കോലാലംപൂരിലേക്ക് പറക്കുകയായിരുന്ന മലേഷ്യൻ എയർലൈൻസിന്റെ MH17 വിമാനം കിഴക്കൻ യുക്രൈന് മുകളിൽ വച്ച് ചിന്നിച്ചിതറി. 298 നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടു. റഷ്യൻ നിർമ്മിത ബുക്ക് മിസൈൽ ആക്രമണമാണ് വിമാനാപകടത്തിന് കാരണമെന്ന് അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. വിഘടനവാദികൾക്ക് റഷ്യ നൽകിയ ആയുധമാണ് ഈ ദുരന്തത്തിന് കാരണമായതെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ തികഞ്ഞ നിസ്സംഗതയോടെ പുടിൻ അതെല്ലാം തള്ളിക്കളഞ്ഞു. തന്റെ രാജ്യത്തിനിതിൽ പങ്കില്ലെന്ന് പുടിൻ ആവർത്തിച്ചു പ്രഖ്യാപിച്ചു. ഈ സംഭവത്തെ പുടിനെതിരായ ആയുധമാക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ ശ്രമിച്ചു. അതേസമയം റഷ്യൻ മാധ്യമങ്ങൾ വഴി നിരവധി ബദൽ സിദ്ധാന്തങ്ങൾ പുടിൻ പ്രചരിപ്പിച്ചു. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന രീതിയിൽ രാജ്യത്തിനകത്ത് വലിയ പ്രചരണം നടത്തി. ഇത് ജനങ്ങൾക്കിടയിൽ പുടിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. അമേരിക്കൻ മാധ്യമങ്ങൾ പുടിന് വില്ലൻ പരിവേഷം നൽകി അവതരിപ്പിക്കുമ്പോൾ റഷ്യൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് നായക പരിവേഷം നൽകിപ്പോന്നു. ക്രിമിയ പിടിച്ചടക്കിയത് മുതൽ നഷ്ടപ്പെട്ടുപോയ റഷ്യൻ മണ്ണ് തിരിച്ചുപിടിച്ച ഹീറോയായി റഷ്യക്കാർക്ക് പുടിൻ മാറി. പുടിന്റെ ചിത്രം വെച്ച ടീഷർട്ടുകൾ, മഗ്ഗുകൾ, ഫോൺ കവറുകൾ എന്നിവ മോസ്കോയിലെ തെരുവുകളിൽ തരംഗമായി മാറി. ദി മോസ്റ്റ് പൊളൈറ്റ് പേഴ്സൺ എന്ന ടാഗ് ലൈനോടെ
സൈനിക വേഷത്തിലുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി. അപ്പോഴേക്കും ലോകരാഷ്ട്രീയത്തിൽ തന്റെ സ്വാധീനമുറപ്പിക്കാനുള്ള കൂടുതൽ നീക്കങ്ങൾ പുടിൻ നടത്തുകയായിരുന്നു. 2015 സെപ്റ്റംബർ 30 റഷ്യൻ പാർലമെന്റ് പുടിന് വിദേശത്ത് സൈന്യത്തെ വിന്യസിക്കാൻ ഏകകണ്ഠമായി അനുമതി നൽകി. മണിക്കൂറുകൾക്കകം റഷ്യൻ യുദ്ധവിമാനങ്ങൾ സിറിയ ലക്ഷ്യമാക്കി പറന്നു. ശീതയുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയന് പുറത്ത് റഷ്യ നടത്തിയ ഏറ്റവും വലിയ സൈനിക നീക്കം. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് വൻ പ്രതിസന്ധിയിലായിരുന്നു. രാജ്യത്തിന്റെ വലിയൊരു ഭാഗം ഐസിസും അമേരിക്കൻ പിന്തുണയുള്ള വിമതരും പിടിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. അസദ് ഭരണകൂടം ഏത് നിമിഷവും തകരാം എന്ന അവസ്ഥ. സിറിയയിലെ ലതാക്കിയിലുള്ള ഖമൈമിം എയർബേസും ടാർട്ടസിലെ നാവിക താവളവുമായിരുന്നു റഷ്യൻ നീക്കങ്ങളുടെ കേന്ദ്രബിന്ദു. മെഡിറ്ററേനിയൻ കടലിൽ റഷ്യയ്ക്കുള്ള ഏക നാവിക പ്രവേശന കവാടമായിരുന്നു ടാർട്ടസ്. ഇത് നഷ്ടപ്പെടുന്നത് പുടിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ അസദിനെ സംരക്ഷിക്കുക എന്നത് റഷ്യയുടെ അസ്തിത്വത്തിന്റെ തന്നെ പ്രശ്നമായിരുന്നു. കാസ്പിയൻ കടലിലെ കപ്പലുകളിൽ നിന്ന് 1500 കിലോമീറ്ററിലധികം അകലെയുള്ള സിറിയയിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ട് റഷ്യ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ശക്തിപ്രകടനം നടത്തി. ഏകദേശം 200ഓളം പുതിയ ആയുധങ്ങളാണ് റഷ്യ സിറിയയിൽ പരീക്ഷിച്ചത്. ഇത് റഷ്യൻ ആയുധ വിപണിയിൽ വലിയ ഉണർവുണ്ടാക്കി. സിറിയൻ ഇടപെടലിലൂടെ പുടിൻ തന്റെ ഏക വിശ്വസ്ത മധ്യേഷ്യൻ സഖ്യകക്ഷിയായ അസദിനെ നിലനിർത്തി. കൂടാതെ അമേരിക്കയ്ക്ക് മാത്രം തീരുമാനങ്ങളെടുക്കാൻ കഴിയുന്ന കാലം കഴിഞ്ഞെന്നും റഷ്യ ഒരു വൻ ശക്തിയായി തിരിച്ചുവന്നുവെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തി.